ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നിക്കാബ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം നിക്കാബിനുള്ള മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഇതുപോലെ ഒരു മെറ്റീരിയൽ വേണം. ഇതിൻ്റെ വിട്ടെന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് വിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കുക. അതിൻ്റെ നീളമെന്ന് പറയുന്നത് ലെങ്ത് വരുന്നത് ഇതുപോലെ നമുക്ക് അളന്ന് നോക്കാം. ലെങ്ത് വരുന്നത് 34 ഇഞ്ച് ലെങ്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് വിട്ടുള്ളതും 34 ഇഞ്ച് ലെങ്ത് ഉള്ളതും ഒരു മെറ്റീരിയൽ വേണം. അതുകൂടാതെ നമുക്ക് പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു മെറ്റീരിയൽ. ഇതിൻ്റെ വിട്ട് വരുന്നത് 2.5 ഇഞ്ചാണ്. ഇതുപോലെ 2 മെറ്റീരിയൽ വേണം. നമുക്ക് ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ. എൻ്റെ വിട്ടെന്ന് പറയുന്നത് 2.5 ഈ മെറ്റീരിയലിൻ്റെ വിട്ട് 2.5 വരും. അതിൻ്റെ ലെങ്ത് വരുന്നത് 19 ഇതിൻ്റെ ലെങ്ത് 19 വിട്ട് 2.5 വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു മെറ്റീരിയൽ കൂടി വേണം. ഇതിൻ്റെ വിട്ട് വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് വിട്ടിൽ ഒരു മെറ്റീരിയൽ ഇതുപോലെ എടുക്കുക. അതിൻ്റെ ലെങ്ത് വരുന്നത് 18 6 ഇഞ്ച് വിട്ടും 18 ഇഞ്ച് ലെങ്തും ഉള്ള ഒരു മെറ്റീരിയൽ കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇലാസ്റ്റിക്കാണ്. നമ്മൾ ഇലാസ്റ്റിക് 2 സൈഡിലും വെക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ഇലാസ്റ്റിക്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആ 2.5 ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയലിനെ ഇതുപോലെ 2ആയിട്ട് മടക്കുക. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു 1/4 ഇഞ്ച് വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്തതുപോലെ താഴെ കൊണ്ട് നിർത്തി വീണ്ടും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ 2.5 ഇഞ്ച് വരുന്ന 2 മെറ്റീരിയലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ മെറ്റീരിയൽ രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നില്ല, 2 സൈഡ് മാത്രം. ഒരു സൈഡ് നമുക്കിതിനെ മറിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിങ്ങനെ നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇത് രണ്ടും നമുക്കൊന്ന് മറിച്ചെടുക്കണം. രണ്ടും ഞാനിവിടെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് 6 ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കുക. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് 2 സൈഡിലും നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 2 സൈഡിലും സെൻറ്റർ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അടിച്ചു മറിച്ച് വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ ഇതുപോലെ ആ ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് വീണ്ടും ഞാൻ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുകയാണ്. അത് ബലത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ചിങ് കൊടുത്ത് അതുപോലെ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. പിന്നെ ഒരു സൈഡ് മാത്രമേ ഓപ്പണിങ് വരുന്നുള്ളൂ. അത് നമുക്കൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളും സ്റ്റിച്ചിങ് വരും, ഒട്ടും ഓപ്പണിങ് വരത്തില്ല. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഇതുപോലെ ഫുള്ള് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ വലിയ പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. നമുക്കിതൊന്ന് തേച്ചെടുക്കുമ്പോൾ നല്ല പക്ക ഫിനിഷിങ്ങിലിരിക്കും. ഇതൊന്ന് തേച്ചെടുത്താൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഇനി നമുക്ക് 2 ഇഞ്ചുള്ള 2 ഇലാസ്റ്റിക് വേണം. 2 ഇഞ്ച് വരാൻ പാകത്തിന് 2 ഇലാസ്റ്റിക് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ വലിയ പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 2 ഇഞ്ച് വരുന്ന നീളത്തിൽ 2 ഇഞ്ച് നീളത്തിൽ ഞാൻ പിന്നെ 2 ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വലിയ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വലിയ മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. നീളത്തിൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത്
ആ മടക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതിൻ്റെ ഈ ഉള്ളിൽ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ ആ മടക്കി വെച്ചേക്കുന്ന ഭാഗത്താണ് ഉള്ളിൽ ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഓപ്പണിങ് വരുന്ന ഭാഗം താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട് കരുതുന്നു. ഇതൊന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ കണ്ടാൽ മതി, അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും. ഇതുപോലെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഞാൻ വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തു, അടുത്ത സൈഡും നമുക്കിതുപോലെ തന്നെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. താഴേക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അത് മറിച്ചെടുക്കാനാണുള്ളത്. പിന്നെ ഞാനിത് ഇങ്ങനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറിച്ചെടുത്തിട്ട് എടുത്തതിന് ശേഷം രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ഉണ്ട്. ഇതുപോലെ മറിച്ചെടുത്ത് രണ്ട് സൈഡും ഇങ്ങനെ വലിക്കുമ്പോൾ ഇലാസ്റ്റിക് പുറത്തേക്ക് വരും. ഇതുപോലെ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വരും. അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടത് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. താഴ്ഭാഗം ഉള്ളിലേക്ക് വെച്ച് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ താഴ്ഭാഗം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്താൽ ഒട്ടും സ്റ്റിച്ചിങ് പിന്നെ പുറത്തേക്ക് വരില്ല. ഇതുപോലെ വെച്ച് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി മൂന്ന് സൈഡും ഓപ്പണിംഗ് അല്ല, ഈ ഒരു സൈഡ് മാത്രമാണ് ഓപ്പണിംഗ് വരുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റിന് ഇരുന്ന് കൊള്ളും. അതിനുശേഷം അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ബാക്കിലേക്കുള്ള ബെൽറ്റിന് കൊടുത്തേക്കുന്ന ആ വശത്ത് തന്നെ സെൻറ്ററിലായിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും അളവ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെയും എനിക്കിവിടെ 1 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, ഇപ്പുറത്തും 1 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അവിടെ രണ്ട് സൈഡും കറക്റ്റിന് വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കറക്റ്റ് 1 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സെൻറ്റർ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് നമുക്ക് അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഞാൻ ഒരുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നിക്കാബിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിക്കാബ്. ഇത് 1 പീസ് ആയിട്ടുള്ളതാണ്. 3 ലെയറിൻ്റെയും 2 ലെയറിൻ്റെയും ഒക്കെ ഉണ്ട് നിക്കാബ്. ഇപ്പം ഞാൻ 1 ലെയറിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതായത് ഇത്രയേ ഉള്ളൂ നമുക്ക് നിക്കാബിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.